നമസ്കാരം. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന് പറഞ്ഞ 13 വയസ്സുകാരൻ ഞാൻ ഇതിനു മുമ്പേ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകൾ പലതും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ ന്യൂസ് ചാനലിനോടൊരു അമ്മ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ആ അമ്മ പറഞ്ഞ വാക്കുകളിൽ 100% സത്യമുള്ള വാക്കുകളാണ് ആ അമ്മ പറഞ്ഞത്. ഞാൻ ആ കണ്ടതിൽ ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരുന്നു ആ ഒരു പ്രതികരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലൈൻ കമ്പി അതിലൂടെ ഏകദേശം ഒരുപാട് വർഷങ്ങൾ മുമ്പ് ആ ലൈൻ കമ്പി അതുകൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മ പറഞ്ഞത് ഈ മോൻ മരിച്ചപ്പോഴാണ് എല്ലാവരും ആ ലൈൻ കമ്പിയായിട്ട് കാണുന്നതും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നറിയുന്നതൊക്കെ അങ്ങനെയാണ്. കാരണം ആ മോൻ മരിക്കുന്നതിൻ്റെ മുമ്പേ ഈ ആളുകൾ കൊടിയും കുത്തിയൊരു 4 ആൾക്കാർ വന്ന് സമരം ചെയ്യുകയാണെങ്കിൽ KCBയുടെ മുമ്പിൽ പോയിട്ട് സമരം ചെയ്ത് കഴിഞ്ഞാൽ അവരത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായേനെ. ഇന്നിപ്പോൾ അത് മാറ്റിയിരുന്നെങ്കിൽ ആ മോൻ ഇന്ന് ജീവിച്ചിരിപ്പേനെ. അപ്പോൾ എന്തായാലും മോൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. കാരണം ആ മോന് നല്ലൊരു പട്ടാളക്കാരനാവണം, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്നൊക്കെ ആഗ്രഹം, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ പഠിക്കുന്നൊരു മോനായിരുന്നു. ആ മോൻ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് പോവില്ലായിരുന്നു. മോൻ്റെ സമയം അടുത്തത് കൊണ്ടാണ് പോയത് എങ്കിലും പോലും പക്ഷേ അത് ഒരു ഭയങ്കര വേദനയായിട്ടുള്ളൊരു കാര്യം. അവർ മൊത്തത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊരു പാഠമായ മരണമായിപ്പോയി. കാരണം ഇതുപോലുള്ള മരണമൊക്കെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത മരണം. ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും വേദന ഇത്രയും ചെറുപ്പത്തിൽ മരിച്ചു പോകുമ്പോൾ ആ അമ്മയുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് എന്താ, നമ്മളൊക്കെ ഒരു അച്ഛനും അമ്മമാരും അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം അത് എത്രത്തോളം വേദനയായിട്ടുള്ള കാര്യമാണെന്ന്. ആ ഒരു ലൈൻ കമ്പിയുടെ പേരും പറഞ്ഞിട്ട് ആ മോൻ ഇന്ന് നമ്മളെ വിട്ടു പോയി. എന്തായാലും ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും ഒരാൾക്കും വരരുത് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ലൈൻ കമ്പി അവിടുന്ന് മാറ്റിയിരുന്നെങ്കിൽ കൊല്ലങ്ങൾ മുമ്പ് ആ സാധനം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ലൈൻ കമ്പി അവിടുന്ന് മാറ്റിയിരുന്നെങ്കിൽ ആ മോൻ ഇന്ന് ജീവിച്ചിരിപ്പേനെ. അവർ ചെരുപ്പ് കൊണ്ട് തട്ടിക്കളിക്കുമ്പോൾ ആ ചെരുപ്പ് അങ്ങോട്ട് പോയപ്പോൾ ഈ ചെരുപ്പ് പോയ ആളെ പറഞ്ഞു അങ്ങോട്ട് മോനെ പോണ്ട എന്നുള്ളത്. പക്ഷേ ഈ മോൻ അത് കേൾക്കാതെ പോയി. പക്ഷെ അവൻ്റെ സമയം അടുത്തു. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഇനി വരും തലമുറക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സ്കൂളിൽ എന്തെങ്കിലും അപകടപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. എല്ലാ സ്കൂൾ അധികൃതരും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ളൊരു മരണം ഇനി കേൾക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ മക്കളില്ലേ, ഒരു മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഒരിക്കലും നമുക്ക് ആ ഒരു ചടങ്ങുകളൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര വേദനയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ